മൂന്നാം അധ്യായം 14-ാമത്തെ ശ്ലോകത്തിലാണ് തുടങ്ങുന്നത്. മൂന്നാം അധ്യായത്തിലെ 14-ാമത്തെ ശ്ലോകം. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ആദിലീല മൂന്നാം അധ്യായം 14-ാമത്തെ ശ്ലോകം. ചിരകാല നാഹി കരി പ്രേമ ഭക്തിദാന ഭക്തി വിന ജഗതേര നാഹി അവസ്ഥാന. ചിരകാല നാഹി കരി പ്രേമ ഭക്തിദാന ഭക്തി വിന ജഗതേര നാഹി അവസ്ഥാന. ചിരകാല നാഹി കരി പ്രേമ ഭക്തിദാന ഭക്തി വിന ജഗതേര നാഹി അവസ്ഥാന. ശബ്ദാർത്ഥം: ചിരകാല ദീർഘകാലത്തേക്ക്, നാഹി കരി ചെയ്യുന്നില്ല, പ്രേമഭക്തി ദാന നൽകുക, ഭക്തിയുത സേവനം, വിന കൂടാതെ, ജഗതേര ലോകത്തിന്റെ, നാഹി ഇല്ല, അവസ്ഥാന അസ്തിത്വം. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണ അരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് ശ്രീല പ്രഭുപാദിക്ക് ജയ്. വിവർത്തനം: ദീർഘകാലമായി ഞാൻ ലോകവാസികൾക്ക് എന്നോടുള്ള പ്രേമഭക്തി നൽകിയിട്ടില്ല. അത്തരം ഭക്തി കൂടാതെയുള്ള ഭൗതിക ലോകത്തിന്റെ നിലനിൽപ്പ് നിഷ്പ്രയോജനമാണ്. ഭാവാർത്ഥം: ഭഗവാൻ പരിശുദ്ധമായ അതീന്ദ്രിയ പ്രേമം വളരെ വിരളമായേ നൽകാറുള്ളൂ. കാമ്യകർമ്മങ്ങളിൽ നിന്നും അനുഭവജ്ഞാനപരമായ അനുമാനത്തിൽ നിന്നും മോചിതമായ ഇത്തരം ഭഗവത് പ്രേമം ഇല്ലാതെ ജീവിത പരിപൂർണത നേടാനാകുകയില്ല. മമ ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാന്തിശ്ച വന്ദേഹം ശ്രീഗുരു ശ്രീപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥം വിദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹനന്ദ ശ്രീതാവിശാഖാൻവിതാംശ്ച. വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ബോധനെ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി നാമിനെ. നമസ്തേ സാരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദിശധാരിണെ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. വഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. ഹരേ കൃഷ്ണ. നമ്മള് ചൈതന്യചരിതാമൃതത്തിലെ ആദിലീലയിലെ 3-ാമത്തെ അധ്യായമാണ് ചർച്ച ചെയ്തു വരുന്നത്. അപ്പോൾ ഇത് ചൈതന്യ അവതാരത്തിന്റെ ബാഹ്യമായിട്ടുള്ള കാരണങ്ങളെ പറ്റിയാണ് ഈ ഒരു അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇതിൽ 14-ാമത്തെ ശ്ലോകം ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 14-ാമത്തെ ശ്ലോകം മുതൽ അങ്ങോട്ടുള്ള ശ്ലോകങ്ങൾ. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഭഗവാന്റെ ഏറ്റവും മാധുര്യമായിട്ടുള്ള ലീലകളും അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ലീല എന്ന് പറയുന്നത് നമുക്കറിയാം ഭഗവാന്റെ വൃന്ദാവന ലീലകൾ തന്നെയാണ്. അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു അധ്യായത്തിൽ നാലാമത്തെ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ഇവിടെ വരുന്നത്. അപ്പൊ 4-ാമത്തെ ചോദ്യം എന്താണ് നമുക്ക് നോക്കാം. അത് നമുക്ക് അറിയാം, ആദിലീലയിലെ 1-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകമാണ് അത് വരുന്നത്. അതായത് അനർപ്പിത ചരീം ചിരാത് കരുണയാവതീർണ കലോ സമർപ്പയിതും ഉന്നതോജ്വല രസാം സ്വഭക്തിശ്രിയം ഹരിപുരുട സുന്ദര ഉദ്യുതി കദംബ സന്ദീപിത സദാ ഹൃദയകന്ധരേ സ്വരതു വ സച്ചിനന്ദന. വിവർത്തനം: ശ്രീമതി സച്ചിദേവിയുടെ പുത്രൻ എന്നറിയപ്പെടുന്ന പരമപുരുഷൻ ഭഗവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ അന്തഃപുരത്തിൽ എന്നെന്നും വസിക്കുമാറാകട്ടെ. തിളയ്ക്കുന്ന പൊന്നിന്റെ തിളക്കത്തോട് വിളങ്ങുന്ന അവിടുന്ന് തങ്ങളുടെ കാരണമില്ലാ കരുണയാൽ ഈ കലിയുഗത്തിൽ ഇപ്പോൾ അവതരിച്ചിരിക്കുകയാണ്. മുൻപെങ്ങും ഒരു അവതാരം നൽകാൻ ഭക്തിയുടെ ഉന്നതോജ്വല രസമായ മാധുര്യ പ്രേമരസം. അപ്പൊ നമുക്കറിയാം, ഈ ഒരു മാധുര്യ പ്രേമരസം തരാൻ വേണ്ടി തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ ഒരു ഭൗതിക ലോകത്തിൽ അവതരിച്ചത്. നമുക്കറിയാം, ഭഗവാൻ കൃഷ്ണന്റെ ലീലകൾ വളരെ മധുരമേറിയതാണ്. അപ്പൊ ആ മധുരമേറിയ ആ മാധുര്യ രസത്തെ എല്ലാ വ്യക്തികൾക്കും നൽകാൻ വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു ഇവിടെ അവതരിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭുവിന് ഏറ്റവും കാരുണ്യപൂർവ്വമായിട്ടുള്ള അവതാരം എന്ന് ശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. നമ്മളെ ഭഗവാന്റെ അനേക അവതാരങ്ങൾ ഉണ്ടെങ്കിലും ചൈതന്യ മഹാപ്രഭുവാണ് നമുക്ക് ആ കൃഷ്ണപ്രേമം എന്ന ആ ഒരു മഹത്തായ ഏറ്റവും മഹത്തരമായ ആ ഒരു വലിയൊരു
ഗിഫ്റ്റ് എന്ന് പറയാം അല്ലേ? നമുക്ക് ഏറ്റവും വലിയൊരു സമ്മാനം തരികയാണ്. അപ്പൊ അതിന് എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? നമ്മൾ ഭഗവാന്റെ തിരുനാമങ്ങൾ ശ്രദ്ധയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു കൃഷ്ണപ്രേമം നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭുവിന് ഏറ്റവും കാരുണ്യപൂർവ്വമായിട്ടുള്ള അവതാരമായിട്ട് ശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ പറയാണ്, ഇപ്പൊ കാലാകാലങ്ങളായിട്ടും നമുക്ക് കാണാൻ സാധിക്കും ലോകവാസികൾക്ക് ആ ഒരു പ്രേമഭക്തി ഭഗവാൻ കൊടുത്തില്ല. അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനെ ആ ഒരു പ്രേമഭക്തി ഇല്ലാതെ ഉള്ളൊരു ഭൗതിക ലോകത്ത് നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ നിഷ്പ്രയാസമാണെന്നാണ് ഈ ഒരു വിവർത്തനം പറയുന്നത്. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഏറ്റവും ഒരു വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥന സമർപ്പിച്ചുവാണെങ്കിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും, ഒരുപാട് യശസ്സ് നേടിയെടുക്കാൻ സാധിക്കും, ഒരുപാട് ശക്തി നേടിയെടുക്കാൻ സാധിക്കും. പക്ഷെ ഏറ്റവും ബുദ്ധിമുട്ടായി നമുക്ക് ഏറ്റവും വിരളമായിട്ട് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ പരിശുദ്ധ ഭക്തി തന്നെയാണ്. കാരണം അതിൽ ഭഗവാനെ തന്നെ തരികയാണ് ചെയ്യുന്നത്. അപ്പൊ പരിശുദ്ധ ഭക്തി കിട്ടുക എന്ന് പറഞ്ഞാണ് ഏറ്റവും ബുദ്ധിമുട്ടായ കാര്യം അല്ലേ? നമ്മളിപ്പം ഭൗതിക ലോകത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ പല പല എക്സാമുകൾ ഉണ്ടാവുമായിരിക്കും അല്ലേ? ഇപ്പം എഞ്ചിനീയറിംഗ് എൻട്രൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടായ ഒരു എൻട്രൻസ് ആയിരുന്നു ചിലപ്പോൾ IIT JEE എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ ഒരു IIT JEE ഒരു വ്യക്തിക്ക് അത് പാസ്സാവണമെന്നുണ്ടെങ്കിൽ അത്രയും ആത്മാർത്ഥമായിട്ടും അത്രയും കഠിന പ്രയത്നം ചെയ്താൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിന് IIT-യിൽ അദ്ദേഹത്തിന് ഒരു എഞ്ചിനീയറിംഗ് ബിരുദം എടുക്കാൻ സാധിക്കുക. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ പറയാണ്, അപ്പൊ ഭഗവാന്റെ പരിശുദ്ധമായിട്ടുള്ള ആ ഒരു ഭക്തി അത് അത്ര എളുപ്പമല്ല, എളുപ്പമായിട്ട് കിട്ടുന്ന ഒരു കാര്യമല്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്? കാരണം അതിൽ ഭഗവാനെ തന്നെയാണ് തരുന്നത്. അപ്പൊ ഭഗവാൻ വേണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ ബാക്കിയുള്ള ഐശ്വര്യങ്ങൾ കൊടുക്കാൻ ഒരു വ്യക്തി എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ ഭഗവാൻ അത് എളുപ്പമായിട്ട് കൊടുക്കും. പക്ഷെ ഭഗവാനെ തന്നെ ഭക്തി തരാൻ, പരിശുദ്ധ ഭക്തി തരുന്ന സമയത്ത് ഭഗവാനെ തന്നെയാണ് തരുന്നത് ആക്ച്വലി. അപ്പൊ പരിശുദ്ധ ഭക്തി അത്ര എളുപ്പമായിട്ട് കിട്ടുന്ന ഒരു കാര്യം അല്ല. കാരണം എന്താണ്? കാരണം പരിശുദ്ധ ഭക്തിയിൽ എന്താണ്? വേറൊരു ആഗ്രഹമില്ലാതെയാണ് നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നത് അല്ലെ? അന്യാഭിലാഷത ശൂന്യം ജ്ഞാനകർമാധനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിരുത്തമം അല്ലെ? അപ്പൊ എന്താണ്? വേറൊരു അഭിലാഷം കൂടാതെ ജ്ഞാനത്തിനോ കർമ്മത്തിനോ വേണ്ടിയല്ല, ആനുകൂല്യം ഭഗവാനെ സേവിക്കുക, ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നൊരു ചിന്ത മാത്രമാണ് നമുക്കുള്ളത്. അല്ലാതെ എന്റെ സന്തോഷമോ അല്ലെങ്കിൽ എന്റെ കംഫർട്ടോ അല്ല ഞാൻ ചിന്തിക്കുന്നത് ഒരു പരിശുദ്ധ ഭക്തൻ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഭക്തിയാണ് ഏറ്റവും ഉയർന്ന ഭക്തി എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ ആ ഒരു ഭക്തി നേടിയെടുക്കുന്ന ഒരു വ്യക്തി അപ്പൊ അത് അത്രയും അത്രയും സിൻസിയർ ആയിട്ടും അത്രയും ആത്മാർത്ഥമായിട്ടും ഭഗവാനെ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കാണ് ആ പരിശുദ്ധ ഭക്തി നേടിയെടുക്കാൻ സാധിക്കുന്നത്. ആ പരിശുദ്ധ ഭക്തിയാണ് ചൈതന്യ മഹാപ്രഭു വളരെ എന്താണ് എളുപ്പമായിട്ട് ആൾക്കാർ തന്നിരിക്കുന്നത് അല്ലേ? ആ പരിശുദ്ധ ഭക്തി എടുക്കാൻ എളുപ്പമല്ല നമ്മളിപ്പോ പറഞ്ഞു. പക്ഷെ അത് ചൈതന്യ മഹാപ്രഭു എന്താണ് പറയുന്നത്? നിങ്ങൾ ഏതൊരു അവസ്ഥയിലായാലും ശരി കുഴപ്പമില്ല, നിങ്ങൾ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ട് ഓരോ വ്യക്തികൾക്കും ഈ പരിശുദ്ധ ഭക്തി എടുക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭുവിനെ നമ്മൾ ഏറ്റവും കാരുണ്യപൂർവ്വമായിട്ടുള്ള അവതാരമായിട്ട് കാണുന്നത്. അപ്പം കാരണം എന്താണ്? നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളറിയാം, ഭഗവാൻ പറയുന്നത് എന്താണ്? ഭഗവാൻ പറയുന്നത് ആദ്യം നിങ്ങൾ എല്ലാ ധർമ്മങ്ങളും പരിത്യാഗം ചെയ്ത് എന്നെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കും, എന്നാൽ ഞാൻ നിങ്ങളെ രക്ഷിക്കാമെന്നാണ് ഭഗവാൻ പറയുന്നത് അല്ലെ? സർവ്വധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ ഹന്ത സർവ്വ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. അപ്പൊ അതേ സമയത്ത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈതന്യ മഹാപ്രഭു പറയുന്നത് എന്താണ്? യാരെ ദേക്കോ താരക്കോ കൃഷ്ണ ഉപദേശം. അപ്പം പറയുന്നത് എന്താണ്? നിങ്ങൾ ഏതൊരവസ്ഥയിലുണ്ടെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കൂ, ബാക്കിയുള്ളവർക്ക് ഭഗവാനെ പറ്റി പറഞ്ഞു കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ വേറൊരു പ്രീ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് ഭഗവാൻ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭുവിനെ ഏറ്റവും കാരുണ്യപൂർവ്വമായിട്ടുള്ള അവതാരമായിട്ട് പറയുന്നത്. ഇതിൽ പറയുന്നത് എന്താണ്? വേറെ കാമ്യകർമ്മങ്ങളിൽ നിന്നും അനുഭവജ്ഞാനപരമായ അനുമാനത്തിൽ നിന്നും മോചിതമായ ഇത്തരം ഭഗവത് പ്രേമമില്ലാതെ ജീവിത പരിപൂർണത നേടാനാകില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നത് ഭഗവാന്റെ അടുത്തുള്ള പരിശുദ്ധ ഭക്തി നമ്മൾ വളർത്തിയെടുക്കാനുള്ള കാര്യമാണ് അല്ലെ? നമ്മൾ ചിലപ്പം ചിന്തിക്കുന്ന അപ്പൊ ഒരു വ്യക്തി ചിലപ്പോൾ ചിന്തിക്കും അദ്ദേഹത്തിന് അനുമാനം അല്ലെ? നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മളിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില വ്യക്തികളുണ്ട് നമ്മൾ ചെറിയ തന്നെ ചിലപ്പോൾ കർമ്മയോഗി ചിന്തിക്കുന്നത് കാമ്യകർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കാര്യമായിരിക്കും ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് ഒരു ഇംപേഴ്സണിസ്റ്റ് അല്ലെ? വ്യക്തിഗത ബ്രഹ്മവാദികളായ അവർ ചിന്തിക്കുന്നതാണ് അനുമാനത്തിൽ നിന്നാണ് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഒരിക്കലും നമുക്ക് ഭഗവാനെ നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ നമുക്ക് എന്താണ് പറയുന്നത്? രണ്ട് രീതിയിലുള്ള പ്രോസസ്സ് ഉണ്ട്. ആരോഹ പന്ഥ അവരോഹ പന്ഥ എന്ന രീതിയിൽ രണ്ട് പ്രോസസ്സ് ഉണ്ട്. അപ്പൊ ഭഗവാനെ നമുക്ക് നമ്മുടെ കഴിവുകൊണ്ട് മനസ്സിലാക്കാൻ പറഞ്ഞാൽ എന്താണ്? നമുക്ക് അത് എളുപ്പമായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ ബുദ്ധിയും
നമ്മുടെ ശക്തിയൊക്കെ ലിമിറ്റഡ് ആണ്. അത് വെച്ചുകൊണ്ട് ഭഗവാനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ അവരോഹം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ പരമ്പരയിലൂടെ മനസ്സിലാക്കണം ചെയ്യും. ഇപ്പൊ കൃഷ്ണന്, ബ്രഹ്മാവ്, നാരദൻ, വ്യാസൻ, അങ്ങനെ പരമ്പരയിലൂടെ നമ്മൾ 32ാമത്തെ ആചാര്യനാണ് എ സി ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ്. അപ്പൊ ആ പ്രഭുപാദിൽ നിന്ന് നമ്മൾ ആ ഗുരുപരമ്പരയിൽ നിന്ന് നമ്മൾ അതിനെ സ്വീകരിക്കുന്ന സമയത്ത് നമുക്ക് ഭഗവാന്റെ ഭക്തന്മാരുടെയും ഗുരുപരമ്പരയുടെ കാരുണ്യം കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആ ഒരു പ്രോസസ്സാണ് നമുക്ക് ഭക്തിയോഗം പറഞ്ഞു തരുന്നത്. അപ്പം ഭഗവാന്റെ കാരുണ്യമില്ലാതെ ഒരിക്കലും ഭഗവാന്റെയും ഭക്തന്മാരുടെ കാരുണ്യമില്ലാതെ ഒരിക്കലും ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ആത്മാർത്ഥമായിട്ടും പരിശീലിക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് പരിശുദ്ധ ഭക്തി നേടാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞത്. അപ്പം പരിശുദ്ധ ഭക്തി ഇല്ലാതെ ഒരു വ്യക്തിക്ക് പരിപൂർണ്ണം നേടാൻ സാധിക്കില്ല എന്നുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭക്തി വരുന്ന സമയത്ത് നമുക്ക് പല പല ആഗ്രഹങ്ങൾ ഉണ്ടാവായിരിക്കും അല്ലെ. എനിക്ക് ചിലപ്പോൾ അതിനു വേണ്ടി നമ്മൾ വരും വേറെ നേടാനോ ഒക്കെ ആയിരിക്കും നമ്മൾ വന്നിരിക്കുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ശീലപ്രഭുപാദും ഈ പ്രസ്ഥാനം നമുക്ക് പറഞ്ഞു തരുന്നതാണ് നമുക്ക് പരിശുദ്ധ ഭക്തിയാണ് അല്ലെ. നമ്മൾ പരിശുദ്ധ ഭക്തി എങ്ങനെ വളർത്തിയെടുക്കാനുള്ള കാര്യം തന്നെയാണ് ഈ പ്രസ്ഥാനം പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ ആ പരിശുദ്ധ ഭക്തി ആയിരിക്കും നമ്മുടെ ലൈഫിന്റെ ഗോൾ. കാരണം പരിശുദ്ധ ഭക്തിയാണ് ഒരു വ്യക്തിയുടെ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തൊരു അവസ്ഥയിൽ അദ്ദേഹത്തിന് ആക്ച്വലി ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. വല്ല നമുക്ക് വേറെ എന്തെങ്കിലും കാരണം പരിശുദ്ധ ഭക്തി അല്ലാതെ വേറെ എന്തെങ്കിലും നമ്മൾ വിചാരിച്ചുകൊണ്ടാണ് ഭക്തി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഭക്തി നമ്മൾ കളഞ്ഞിട്ട് പോകും. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ ഭക്തിയെ ഗോള് വെച്ചുകൊണ്ട് നിൽക്കുന്ന ഭക്തന്മാരാണെങ്കിൽ ഏതൊരു അവസ്ഥയിലും അല്ലെ, ഏതൊരു അവസ്ഥയിലും ഒരു വ്യക്തിക്ക് ഭക്തി പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ആ പരിശുദ്ധ ഭക്തിയാണ് ആചാര്യന്മാരും ശ്രീമദ് ഭാഗവതവും ചൈതന്യ ചരിതാമൃതവും ഭഗവത്ഗീതയൊക്കെ നമുക്ക് പറഞ്ഞു തരും. അപ്പൊ അതിന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ ആചാര്യന്മാരും ശീലപ്രഭുപാദിന്റെയും ഈ ഗ്രന്ഥങ്ങളിലൂടെയും ഭക്തമാനം കേട്ടും നമ്മൾ അതിനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിലോട്ട് കിടക്കാം. അടുത്ത ശ്ലോകം 15ാമത്തെ ശ്ലോകം. സകല ജഗത്തെ മോരെ ഖരെ വിധി ഭക്തിയെ വ്രജഭാവ പായിതേന ഹി ശക്തി. സകല എല്ലാ ജഗത്തെ ലോകങ്ങളിലും മോരെ എനിക്ക് ഖരെ ചെയ്യുന്നു വിധിഭക്തി നിയമവ്യവസ്ഥ അനുസരിച്ചുള്ള ഭക്തിയുത സേവനം. വിധിഭക്തി ക്രമീകൃത നിയമങ്ങൾ അനുസരിച്ചുള്ള സേവനത്താൽ വ്രജത്തിലുള്ള ഉള്ളവരുടെ വികാരങ്ങൾ പായിതെ നേടുന്നതിന് നാഹി ഇല്ല ശക്തി വിവർത്തനം. ശാസ്ത്രവിധി പ്രകാരമാണ് ലോകമെമ്പാടുമുള്ള എല്ലാവരും എന്നെ ആരാധിക്കുന്നത്. എന്നാൽ അത്തരം വിധിഭക്തിയിലൂടെ മാത്രം ഒരുവന് വ്രജഭാവഭക്തി നേടാൻ കഴിയുകയില്ല. ശ്ലോകം 16. ജ്ഞാനേത്തെ സഭ ജഗത് മിശ്രിത ഐശ്വര്യ സ്ഥിതില പ്രേമേ നാഹിമോര പ്രീത. ഐശ്വര്യത്തിന്റെ ജ്ഞാനത്തോടു കൂടി സഭ എല്ലാം ജഗത് ലോകം മിശ്രിത സമ്മിശ്രമായ ഐശ്വര്യശിഥില പ്രേമേ ഐശ്വര്യത്താൽ ദുർബലപ്പെട്ട സ്നേഹം നാഹി ഇല്ല മോര എന്റെ പ്രീത ആകർഷണം വിവർത്തനം. എന്റെ ഐശ്വര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് മുഴുവൻ ലോകവും എന്നെ ഭയഭക്തിയോടെ ഉറ്റുനോക്കുന്നു. എന്നാൽ അത്തരം ആദരങ്ങളാൽ ദുർബലമാകപ്പെട്ട പ്രേമം എന്നെ ആകർഷിക്കുന്നില്ല. ഭാവാർത്ഥം. താൻ ഭക്തന്മാരോട് പങ്കിടുന്ന ദാസ്യ സഖ്യ വാത്സല്യ മാധുര്യ രസങ്ങളിലുള്ള ദിവ്യമായ വ്യക്തി വ്യവഹാരങ്ങളെ മറ്റാർക്കും വിതരണം ചെയ്തിട്ടില്ലെന്ന കാര്യം തന്റെ അവതാരാന്ത്യത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ചിന്തിച്ചു. ഒരുവന് വൈദിക സാഹിത്യങ്ങളിൽ നിന്ന് ഭഗവത് ശാസ്ത്രം അറിയാനും അപ്രകാരം ഭഗവാന്റെ ഒരു ഭക്തനായി തീരാനും വേദഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുള്ള നിയമാക തത്വങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവിടുന്ന് ആരാധിക്കാനും കഴിഞ്ഞേക്കാം. പക്ഷേ പ്രജവാസികളാൽ എങ്ങനെ പെട്ടതെന്ന് ഈ വിധത്തിൽ അറിയുക സംഭവ്യമല്ല. ഭഗവാന്റെ വൃന്ദാവന വ്യവഹാരങ്ങൾ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള ആചാരപരമായ നിയാമക തത്വങ്ങൾ പാലിക്കുന്നതിലൂടെ മാത്രം മനസ്സിലാക്കാൻ കഴിയില്ല. ശാസ്ത്രങ്ങൾ പിന്തുടരുന്നതിലൂടെ ഒരാൾക്ക് ഭഗവാന്റെ മഹിമാനങ്ങളിലുള്ള മതിപ്പ് വർദ്ധിക്കാൻ കഴിഞ്ഞേക്കാമെങ്കിലും ഭഗവാനുമായുള്ള വ്യക്തിപരമായ ഇടപാടുകൾ പ്രവേശിക്കാൻ അയാൾക്ക് യാതൊരു സാധ്യതയും ഉണ്ടാവില്ല. അവിടുത്തെ ഉത്കൃഷ്ടമായ മഹിമകൾ ഗ്രഹിക്കുന്നതിലേക്ക് ആവശ്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് അവിടുന്നുമായുള്ള വ്യക്തിപരമായ പ്രേമ വ്യവഹാരങ്ങളിൽ പ്രവേശിക്കുന്നതിനുള്ള അവസരത്തിന് കോട്ടം തട്ടിക്കാൻ ഇടവരുത്തുന്നു. അത്തരം പ്രേമനിർഭരമായ വ്യവഹാരങ്ങളുടെ തത്വങ്ങൾ പഠിപ്പിക്കുന്നതിന് ചൈതന്യ മഹാപ്രഭുവെ അവതരിക്കാൻ ഭഗവാൻ തീരുമാനിച്ചു. അപ്പം ഈ ഒരു 2 ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ ശാസ്ത്രവിധി പ്രകാരം നമ്മൾ ഭഗവാൻ ആരാധിക്കുന്ന ഒരു ഭക്തിയാണ് നമ്മൾ വിധിഭക്തി എന്ന് പറഞ്ഞില്ലേ. വിധിഭക്തി, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പൊ വളരെ
റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മള് ഭഗവാന്റെ ഉപദേശങ്ങളെ മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതലായിട്ടും നമ്മൾ ബാക്കിയുള്ള ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പല പല വിധി നിഷേധങ്ങൾ ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ അത് ഇങ്ങനെ ചെയ്യണം, അതങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യരുത്, ഇത് ഇങ്ങനെ തിരിച്ചു വെക്കണം, ഇത് കിഴക്കോട്ട് വെക്കണം, ഇത് അങ്ങനെ ചെയ്യണം. അപ്പൊ ഇതിനൊക്കെയാണ് ആൾക്കാർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിക്ക് ഭഗവാന്റെ അടുത്തുള്ള പ്രജഭാവ ഭക്തി നേടാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ ആദ്യത്തെ ശ്ലോകം പറയുന്നത് അല്ലെ? അപ്പൊ നമ്മൾ പലപ്പോഴും നമുക്ക് അറിയാൻ സാധിക്കും, നമ്മളെല്ലാവരും ഭഗവാന്റെ ഉപദേശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ, ഭഗവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറയുന്നത് മനസ്സിലാക്കാതെ, ബാക്കിയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പല കാര്യങ്ങളുണ്ടാവില്ലേ, ഭയങ്കര ശുദ്ധമായിട്ട് ഇരിക്കണം. അപ്പൊ അത് നല്ലത് തന്നെയാണ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കേണ്ടതല്ലേ പറയുന്നത്. പക്ഷെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ മാത്രം ഫോക്കസ് ചെയ്താൽ ഒരിക്കലും ഭഗവാന്റെ പരിശുദ്ധ ഭക്തി നമുക്ക് നേടുവാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നമ്മൾ ഇതിനെ ഇങ്ങനെ വെക്കരുത്, അങ്ങനെ വെക്കരുത്. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ ഈ സ്മാർത്ഥ വിധി പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ് ഈ റൂൾസിന് മാത്രമാണ്. നമ്മൾ മന്ത്രം ഇങ്ങനെ ഉച്ചരിക്കണം, അതിങ്ങനെ ഇത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ ചെയ്തുകൂടാ, അങ്ങനെ. അപ്പൊ അത് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കും? അവർക്ക് ഒരിക്കലും ഭഗവാന്റെ വ്രജഭാവ ഭക്തി നേടാൻ സാധിക്കില്ല. അപ്പൊ അതിന് നമ്മൾ വ്രജഭാവ ഭക്തി നേടുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഉപദേശങ്ങൾ മനസ്സിലാക്കി ഭഗവാനെ സ്നേഹിച്ചാൽ, അല്ലെ, ഭഗവാനെ സ്നേഹിച്ചാൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് ആ ഒരു ഭാവത്തിൽ വരാൻ സാധിക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം അത് പറഞ്ഞ ശേഷമാണ് പിന്നെ ഭഗവാൻ ഇവിടെ പറയുന്ന കാര്യം അല്ലെ? അതിൽ പറയുന്നതാണ്, അപ്പൊ ഭഗവാന്റെ ഐശ്വര്യങ്ങളെ കണ്ടുകൊണ്ടാണ് പല ആൾക്കാരും ഭഗവാനെ ഭയത്തോടെയാണ് ചെയ്യുന്നത്. ഞാൻ ഭഗവാനെ ഞാൻ പോയി അമ്പലത്തിൽ കണ്ട് തൊഴുതില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ അല്ലെങ്കിൽ എന്തെങ്കിലും എന്റെ കയ്യിൽ നിന്നുള്ള പൈസ ഞാൻ ഭണ്ഡാരത്തിൽ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് പല ആൾക്കാരും ഭക്തി പരിശീലിക്കുന്നത് ആക്ച്വലി അല്ലെ? ഭഗവാനെ ഭയത്തോടെയാണ് കാണുന്നത്. പക്ഷെ ഒരിക്കലും ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ ഭയക്കേണ്ട ഒരു ഹിറ്റ്ലർ പോലത്തെ ഒരു വ്യക്തിയല്ല അല്ലെ? ഭഗവാൻ എന്ന് പറയുന്നത് നമ്മൾ എന്നെന്നുമുള്ള പിതാവാണ് അല്ലെ? നമ്മൾ എന്നെന്നും സ്നേഹിക്കുന്ന ഒരു അച്ഛനെ പോലെയാണ് ഭഗവാൻ. ഭഗവാൻ ആഗ്രഹിക്കുന്നതാണ്, എന്നാണ് ഒരു ജീവാത്മാവ് എന്നെ പരിപൂർണമായിട്ട് സ്നേഹിക്കുക, എന്നാണ് ഈ ഒരു ജീവാത്മാവ് എന്റെ ഉപദേശങ്ങളെ സ്വീകരിക്കുക, എന്നാണ് ഒരു ജീവാത്മാവ് എന്നോട് എന്നെ തിരിഞ്ഞു നോക്കി എന്റെ ഉപദേശങ്ങൾ മനസ്സിലാക്കുക എന്നാണ് ഭഗവാൻ ചിന്തിക്കുന്നത്. അപ്പൊ ഒരിക്കലും നമ്മൾ അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മളൊരു ഇതിനു മുമ്പ് ഒരു ആചാര്യന്മാർ പറഞ്ഞു കേട്ട ഒരു കാര്യമാണ്. അപ്പം അതിൽ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിൽ പറയുന്നത് എന്താണ്? അപ്പൊ അതിൽ പറയാണ്, നിങ്ങൾ ഭഗവാനെ ആരാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് സംഭവിക്കും? നിങ്ങൾ നരകത്തിലോട്ട് പോകും എന്നൊരു രീതിയിലാണ് ഒരു പർട്ടിക്കുലർ മതത്തിന്റെ ഒരു ഗ്രന്ഥം പറഞ്ഞത് ആക്ച്വലി. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഈ ഒരു രീതിയിലുള്ള ഭഗവാനെ, ഈ ഒരു ദൈവത്തിനെ ആരാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോയി കിടക്കേണ്ടി വരും, അവിടെ നരകിക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഭക്തൻ ചോദിച്ചു അദ്ദേഹത്തിന്റെ അടുത്ത്, അപ്പൊ അത്രയും കാരുണ്യമില്ലാത്തൊരു വ്യക്തിയാണോ നിങ്ങൾ പറയുന്ന ഈ ദൈവം എന്ന് പറയുന്നത്? അപ്പൊ അപ്പൊ അത്രയും കാരുണ്യമില്ല എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഒരു എക്സാമ്പിൾ പറഞ്ഞ എന്താണ്? നമ്മൾ സാധാരണ ഒരു പരീക്ഷയിൽ തോറ്റാൽ തന്നെ നമുക്ക് ഒരു സെക്കൻഡ് ചാൻസ് അല്ലെ? നമുക്കൊരു സേ എക്സാമോ അല്ലെങ്കിൽ ഒരു സപ്ലിമെന്ററി എക്സാം ഒക്കെ നമുക്ക് തരാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ ഭൗതിക ലോകത്തിൽ തന്നെ ആൾക്കാർ അത്രയും കാരുണ്യമുള്ള ആൾക്കാരാണ്. നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ തന്നെ നമുക്ക് ഒരു സെക്കൻഡ് ചാൻസ് അവർ തരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സെക്കൻഡ് ചാൻസ് തരാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഭഗവാൻ എന്ന് പറഞ്ഞ്, നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് അദ്ദേഹം ചോദിച്ചു. അപ്പം ആ ചോദിച്ച സമയത്ത് ഈ പറഞ്ഞ വ്യക്തി, ഈ പറഞ്ഞല്ലോ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ നരകത്തിലോട്ട് പോകുന്ന ചിന്തിച്ച വ്യക്തിയുടെ മനസ്സിൽ തോന്നി, അപ്പൊ ഞാൻ എന്താണ് പറയുന്നത്? അപ്പൊ അങ്ങനെ ഭഗവാന്റെ കാര്യം, അപ്പം ഭഗവാന് അത്രയും കാരുണ്യമില്ലേ എന്നുള്ള തോന്നൽ കൂടി അദ്ദേഹത്തിന് വന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അങ്ങനെ ഒരു വ്യക്തിയല്ല. പല മതങ്ങളൊക്കെ ചിലപ്പോൾ പറയും, നിങ്ങൾ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നരകത്തിലോട്ട് പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇപ്പോഴും ബുദ്ധിമുട്ടിലോട്ട് കടക്കും എന്നൊക്കെ പറയും. പക്ഷെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഭഗവാൻ എന്ന് പറയുന്നത് ഏറ്റവും മേഴ്സിഫുൾ ആയിട്ടുള്ള ആളാണ് അല്ലേ? കാരണം ഭഗവാൻ ഈശ്വരേ സർവ്വഭൂതാനം ഹൃദയ അർജുന തിഷ്ഠൻ. നമ്മൾ ഏതേത് ജന്മങ്ങൾ എടുത്താലും, നമ്മൾ എത്രയോ ജന്മങ്ങൾ എടുത്തിരിക്കുകയാണ്. അപ്പൊ ഭഗവാനെ മറന്നിട്ടാണ് ഈ ലോകത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ പല പല ജന്മങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ഭഗവാൻ നമ്മളോട് എന്നെന്നും പരമാത്മാ രൂപേണ നമ്മളോട് ഇരിക്കുകയാണ്. അപ്പൊ ഓരോ നിമിഷവും ഭഗവാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഈ ജീവാത്മാവ് പരമാത്മാവ് എന്നെ നോക്കി എന്നിൽ നിന്നുള്ള ഗൈഡൻസ് എടുക്കാനാണ് നോക്കുന്നത്. പക്ഷെ ഇത് മറന്നുകൊണ്ട് നമ്മുടെ ജീവാത്മാ എന്താ ചെയ്യുന്നത്? ഭഗവാനെ മറന്നുകൊണ്ട് ഭഗവാൻ ഇല്ലാതെ എങ്ങനെ ആനന്ദിക്കാം, ഭഗവാൻ ഇല്ലാതെ എങ്ങനെ എനിക്ക് സന്തോഷിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ പോലത്തെ അത്രയും മേഴ്സിഫുൾ, അല്ലെങ്കിൽ സുഹൃതം സർവ്വഭൂതാനം, അത്രയും നമ്മൾ വെൽവിഷറും ഫ്രണ്ട് ആയിട്ടുള്ള ഒരു വ്യക്തി നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം എന്നും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അത്രയും മേഴ്സിഫുൾ ആയിട്ടുള്ള ഭഗവാൻ, നമ്മൾ ആ ഭഗവാനെ നമ്മൾ ആരാധിക്കാൻ വേണ്ടി നമ്മൾ ഭയത്തോടെയല്ല ആരാധിക്കുന്നത്, നമ്മൾ സ്നേഹത്തോടെയാണ് ആ ഭഗവാനെ ആരാധിക്കാനുള്ളത്. അപ്പം ഇവിടെ പറയുന്നതാണ്, ഇപ്പൊ നമ്മളിപ്പം അപ്പൊ അങ്ങനെ നമ്മളൊരു വ്യക്തി ഭഗവാനെ ഭയപ്പെട്ടുകൊണ്ട് ആരാധിക്കുകയും ആ രീതിയിൽ ഒരു ഐശ്വര്യഭാവത്തോടെ അല്ലെ, ആ ഐശ്വര്യത്തെ അറിഞ്ഞുകൊണ്ട് അതാണ്
ഭഗവാൻ ഇത്ര ഐശ്വര്യങ്ങളുള്ള വ്യക്തിയാണ്, ഞാൻ അദ്ദേഹത്തിനെ ആരാധിച്ചില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആരാധിക്കുന്ന വ്യക്തിക്ക് അങ്ങനത്തെ ഒരു അങ്ങനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയിലൂടെ വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് വർഷിപ്പിനെ ഒരിക്കലും ഭഗവാൻ അട്രാക്ട് ചെയ്യാൻ സാധിക്കില്ല. അതിനെ ഭഗവാൻ ആകർഷിക്കില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ അപ്പൊ നമ്മൾ എന്താണ് അങ്ങനെ വർഷിപ്പ് ചെയ്യുന്നത്. അപ്പൊ അത് വർഷിപ്പിൻ എന്താണ്, ഒരു ഒപ്പുലൻസ് ആണ്. ഭഗവാന്റെ ഒപ്പുലൻസിനെ കണ്ടുകൊണ്ട് നമ്മൾ ആരാധിക്കണം. അപ്പൊ ഐശ്വര്യഭാവത്തിലുള്ള ഒരു ഭക്തിയാണ് അല്ലെ നമ്മൾ നോക്കുന്നത്. പക്ഷെ അതേ സമയത്ത് ഭഗവാൻ ആഗ്രഹിക്കുന്നതാണ്, അതൊരു മാധുര്യപൂർവ്വമായിട്ടുള്ള ഭക്തിയാണ്, സ്നേഹത്തോടെ. അത് എല്ലാം കൊണ്ടും ഭഗവാനാണ് എല്ലാം മനസ്സിലാക്കി ഭഗവാനെ പൂർണ്ണമായിട്ടും സേവനം ചെയ്യാൻ, സ്നേഹത്തോടെ സേവനം ചെയ്യുന്ന ഭക്തിയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭക്തി. അപ്പൊ ഇവിടെ പറയുന്നു, ഭാവാർത്ഥത്തിൽ പറയുന്നു, താൻ ഭക്തന്മാരോടൊത്ത് പങ്കിടുന്ന ദാസ്യ സഖ്യ വാത്സല്യ മാധുര്യ രസങ്ങളുള്ള ദിവ്യമായ വ്യക്തി വ്യവഹാരങ്ങളെ മറ്റാർക്കും വിതരണം ചെയ്തിട്ടില്ലെന്ന കാര്യം തന്റെ അവതാരാന്ത്യങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാൻ ചിന്തിച്ചു. അപ്പം ഭഗവാൻ മനസ്സിലാക്കാൻ സാധിച്ചു. ഭഗവാൻ ആക്ച്വലി പല പല അവതാരങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ഭഗവാന്റെ 5 തരത്തിലുള്ള ആ സ്നേഹബന്ധത്തിന്റെ കൂടെ ഉള്ള രസങ്ങൾ ഒരിക്കലും ബാക്കിയുള്ള വ്യക്തികളോട് പങ്കെടുക്കാൻ സാധിച്ചില്ല. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ഇപ്പൊ നമുക്ക് ഈ ഒരു ഭാവത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇപ്പൊ ഒരു വ്യക്തിക്ക് വൈദിക ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഭഗവാന്റെ ഐശ്വര്യങ്ങൾ കണ്ടുകൊണ്ട് ഭഗവാൻ ആരാധിക്കാൻ സാധിക്കും. ഭഗവാൻ വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ ആരാധിക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ പറയുന്ന കാര്യം എന്താണ്, ഒരിക്കലും നമുക്ക് എങ്ങനെയാണ് ആക്ച്വലി വ്രജവാസികൾ കൃഷ്ണനെ സേവനം ചെയ്തത് ആ ഒരു വിധത്തിൽ അറിയുക സംഭാവ്യമല്ല. അതൊരിക്കലും നമ്മളെ സ്വന്തമായിട്ട് ശാസ്ത്രം വായിച്ച് മനസ്സിലാക്കിയോ അല്ലെങ്കിൽ ആ ഭയപ്പെട്ടുള്ള ഭക്തി കൊണ്ട് ഒരിക്കലും ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് അങ്ങനെ സാധിക്കില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ രീതിയിൽ ആ ഒരു രീതിയിൽ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം? അപ്പം നമ്മൾ ആചാര്യന്മാരുടെ കാലടിപ്പാടുകൾ പിന്തുടർന്നുകൊണ്ടാണ് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ഭഗവാനെ ആ ഒരു പ്രേമഭക്തിയിൽ നമുക്ക് ഭഗവാനെ ആരാധിക്കാൻ സാധിക്കൂ. കാരണം അവരെന്താണ് ചെയ്യുന്നത്, അവര് എപ്പോഴാണ് ഭഗവാനെ കാണാൻ സാധിക്കുക, എപ്പോഴാണ് എനിക്ക് ഭഗവാനെ സേവനം ചെയ്യാൻ സാധിക്കുക എന്നുള്ള മൂഡോടെ, എപ്പോഴാണ് എനിക്ക് ആ ഒരു ഭക്തി എന്റെ മനസ്സിൽ വരിക എന്നുള്ള മൂഡാണ് നമ്മൾ ആചാര്യന്മാര് നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെ. നമുക്ക് ഷഡ്ഗോസ്വാമി അഷ്ടകത്തിൽ പറയുന്ന ഒരു ഇതാണ്, ഹേ രാധേ വ്രജദേവി കേ ചരിതേ ഹേ നന്ദകൂനോ സുധാഹ. അതിൽ പറയുന്നതാണ്, അപ്പൊ അവര് ഷഡ്ഗോസ്വാമികൾ പ്രാർത്ഥിക്കുന്നതാണ്, ഹേ രാധേ ഹേ വ്രജദേവികേ ച ലളിതേ. രാധാറാണി നീ എവിടെയാണ്, കൃഷ്ണ നീ എവിടെയാണ്, എവിടെയാണ് വ്രജവാസികൾ എന്ന പ്രാർത്ഥന, എവിടെയാണ് ഗോവർദ്ധന പർവ്വതം, എവിടെയാണ് നിങ്ങൾ ഇരിക്കുന്നത്, ഗോവർദ്ധന പർവ്വതത്തിലാണോ, അല്ല എവിടെയാണ് യമുനാ നദീ തരത്തിൽ ഉള്ള മരങ്ങളുടെ ശാഖകളിലാണോ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു മൂഡാണ് അവര് ആ രീതിയിലാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഒരിക്കലും ഈ ഒരു പ്രാർത്ഥനയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഈ പ്രാർത്ഥന അവരെന്താ ചിന്തിക്കുന്നത്, ഞാൻ ഭഗവാനെ കണ്ടു അല്ല, ഭഗവാനെ എനിക്ക് എപ്പോ കാണാൻ സാധിക്കും. അപ്പൊ ആ ഒരു മൂഡ് ഓഫ് ലവിങ് സെപ്പറേഷൻ ആണ് ഭഗവാനെ നമ്മൾ പ്രാർത്ഥന സമർപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഈവൻ നമുക്ക് കാണാൻ സാധിക്കും, ഒരിക്കലും ഒരു ഭക്തൻ ഞാൻ ഭഗവാനെ കണ്ടു അല്ലെങ്കിൽ ഭഗവാനെ ഞാൻ നേരിട്ട് കണ്ടു എന്ന് ഒരിക്കലും പറയാറില്ല. നമ്മൾ പലപ്പോഴും കാണാൻ സാധിക്കും. കാരണം എന്താണ്, എപ്പോഴും ആചാര്യന്മാരുടെ കൂടെ എന്താണ്, എപ്പോഴും എനിക്ക് എപ്പോ ഭഗവാനെ കാണാൻ സാധിക്കും, എന്റെ അകത്ത് ഈവൻ അവർ അത്രയും ഉയർന്ന ഭക്തന്മാരാണെങ്കിൽ കൂടി അവർ നമുക്ക് ആ ഒരു മൂഡ് പറഞ്ഞു തരാണ്. എന്താണ് പറയുന്നത്, എന്റെ ഉള്ളിൽ ഒരുപാട് കാമം, ക്രോധം, ലോകം, മതം, ആശ്ചര്യമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് എന്തെങ്കിലും അങ്ങേ കാണാൻ സാധിക്കുമോ ഉള്ള മൂഡാണ് നമുക്ക് വൈഷ്ണവ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്കും അതേ മൂഡിലായിരിക്കും നമ്മളെ ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെന്താണ് ആക്ച്വലി ഭഗവാനെ നേരിട്ട് കണ്ട് സേവനം ചെയ്യുന്നതിനെക്കാട്ടും ഉയർന്നതാണ് ഭഗവാനെ കാണാതെ സേവനം ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ശീല പ്രഭുപാദ് പറഞ്ഞു തരുന്നത് അല്ലെ. അപ്പം പ്രഭുപാദ് പറയുന്ന കാര്യം എന്താണ്, ഒരു എക്സാമ്പിൾ ശീല പ്രഭുപാദ് എപ്പോഴും പറയാറുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്, ഇപ്പൊ ഒരു ഭൗതികമായിട്ടൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ അങ്ങനെ ഒരു ഇതായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. അപ്പം എന്താ ചെയ്യുക, അപ്പം ഒരു സ്ത്രീ ഉണ്ട്. അപ്പൊ അദ്ദേഹം ഓൾറെഡി കല്യാണം കഴിച്ചിരിക്കുകയാണ്, അദ്ദേഹത്തിന് ഭർത്താവുണ്ട്. അപ്പം ഒരു സ്ത്രീക്ക് ഭർത്താവ് അല്ലാതെ ഇങ്ങനൊരു ബന്ധമുണ്ടെങ്കിൽ ആക്ച്വലി ശാസ്ത്രങ്ങൾ പ്രകാരം കറക്റ്റ് അല്ല, എന്നാലും നമുക്ക് ജസ്റ്റ് ഈ ഒരു ഇതിനെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾ ശീലപ്രഭു പറയും. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് ഒരു പാരമർ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആക്ച്വലി ഒരു വേറൊരു വ്യക്തിയായിട്ട് പ്രേമബന്ധം ഉണ്ടെങ്കിൽ കൂടി അദ്ദേഹം എന്താ ചെയ്യുക, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ഒക്കെ വളരെ കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതേ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹം എന്നെന്നും ആ വ്യക്തി ഓർത്തുകൊണ്ട് എല്ലാ കാര്യം ചെയ്തുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി പെർഫെക്റ്റ് ആയി ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിന്ത എപ്പോഴാണ് എനിക്ക് ആ വ്യക്തിയെ കാണാൻ സാധിക്കുക, എപ്പോഴാണ് ആ വ്യക്തിയെ കാണാൻ സാധിക്കുക എന്നുള്ള ചിന്തയൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാകും. അപ്പൊ അതുപോലെ തന്നെ ഭൗതിക ലോകത്തുള്ള വ്യക്തിക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പ്രഭുപാദ് പറയുന്നു. അപ്പൊ ഭൗതിക ലോകത്തിലുള്ള സമയത്ത് നമുക്ക് ഭൗതികമായിട്ടുള്ള എല്ലാ ഡ്യൂട്ടികൾ ഉണ്ടെങ്കിലും അതിന് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. അതേ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക, എനിക്ക് എപ്പോൾ ഭഗവാനെ കാണാൻ സാധിക്കും, എപ്പോൾ എനിക്ക് ഭഗവാനെ സേവനം ചെയ്യാൻ സാധിക്കും ഉള്ള മൂഡോടെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ശീല പ്രഭുപാദ് പറയുന്നത്. അപ്പൊ ആ ഒരു മൂഡാണ് നമുക്ക് ആചാര്യന്മാരിവിടെ പറഞ്ഞു തരുന്നത്. അപ്പം നമ്മുടെ ഹരേകൃഷ്ണ പ്രസ്ഥാനം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഭക്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഭക്തിയാണ്, പ്രേമഭക്തിയാണ്. കാരണം അത് ബാക്കിയുള്ള നമുക്കറിയാം, ബാക്കിയുള്ള പുരാണങ്ങളും ഗ്രന്ഥങ്ങളൊക്കെ തരുന്ന
എന്താണ് ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം വരയ്ക്കാണ് പഠിപ്പിച്ചിരുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ തരുന്ന എന്താണ് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള വാസുദേവ തലത്തിലുള്ള പരിശുദ്ധ ഭക്തിയെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ ആ ഭക്തി തരാൻ വേണ്ടിയിട്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ ലോകത്തിൽ അവതരിച്ചിരിക്കുന്നത്. അപ്പൊ എത്രത്തോളം കാരുണ്യമാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് തരുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അത് ഒരിക്കലും ആ ഒരു ഭക്തി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പല പല തപസ്സുകൾ കൊണ്ടോ അല്ല, ആയിരക്കണക്കിന് വർഷം അദ്ദേഹം തപസ് കൊണ്ടോ അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവുകൾ കൊണ്ടോ ഒന്നും ഒരിക്കലും നേടിയെടുക്കാൻ സാധിക്കില്ല. അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഒരു വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പം കാരുണ്യം കൊണ്ട് മാത്രമാണ് അത് കിട്ടുന്നത്. അപ്പൊ ഒരിക്കലും ആ ഒരു ഭക്തി, കാരണം ആ ഭക്തിയെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ ഭഗവാന്റെ അടുത്തുള്ള ആ മാധുര്യ തരത്തിലുള്ള ആ ഒരു ഭക്തിയെ നമ്മൾ എങ്ങനെ വളർത്തിയെടുക്കാനുള്ള കാര്യമാണ് പറഞ്ഞത്. ഈവൻ ഞാൻ ഇടയ്ക്ക് പ്രഭുപാദിന്റെ ലീലാവൃത എന്ന ഗ്രന്ഥം വായിച്ച സമയത്തിനും ഇതിന് ആസ്പദമാക്കിയുള്ള ഒരു പോയിന്റ് വന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന് ഷെയർ ചെയ്യാൻ ഉതകുന്ന ഒരു കോണ്ടെക്സ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് കാണാൻ സാധിക്കും ശീല പ്രഭുപാദ് അദ്ദേഹം അമേരിക്കയിൽ പ്രചരണം ചെയ്ത് നമുക്ക് ഇസ്കോൺ വെൽ ഫ്ലറിഷ്ഡ് ആയ ശേഷമാണ് പ്രഭുപാദ് 1968 പിന്നെ 1971 വന്ന് ഇന്ത്യയിൽ ആക്ച്വലി ഇസ്കോൺ ആക്ടിവിറ്റീസ് തുടങ്ങി. അപ്പൊ അങ്ങനെ അദ്ദേഹം മായപ്പൂരിൽ ലാൻഡ് വാങ്ങി മായപ്പൂർ കൺസ്ട്രക്ഷൻ ചെയ്യണം, പിന്നെ വൃന്ദാവനത്തിൽ ലാൻഡ് ഡൊണേഷൻ കിട്ടി അങ്ങനെ കൺസ്ട്രക്ഷൻ ചെയ്യണമെന്നും, പിന്നെ ബോംബെയിലും അതുപോലെ ലാൻഡ് വാങ്ങി കൺസ്ട്രക്ഷൻ ചെയ്യണം. അതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലും ശിഷ്യന്മാരെ ഏൽപ്പിച്ചിട്ട് അതേ സമയത്ത് അദ്ദേഹം പല സ്ഥലങ്ങളിലും അഹമ്മദാബാദിലും ജയ്പൂരിലും അങ്ങനെ പല പല സ്ഥലങ്ങളും അലഹാബാദിലൊക്കെ അവർ പോയി പ്രചരണം ചെയ്ത് അങ്ങനെ അദ്ദേഹം സൗത്ത് ഇന്ത്യയിലോട്ട് അദ്ദേഹം വന്നു. അപ്പൊ സൗത്ത് ഇന്ത്യയിൽ വന്ന് അദ്ദേഹം പിന്നെ വന്നത് അദ്ദേഹം ചെന്നൈയിലായിരുന്നു, അന്നത്തെ മദ്രാസിലാണ് അദ്ദേഹം വന്നത്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം സൗത്ത് ഇന്ത്യയിൽ ഈവൻ ദോ പല പല ആചാര്യന്മാര്, രാമാനുജാചാര്യൻ, മധ്വാചാര്യൻ, നിമ്പർക്കാചാര്യൻ, ശങ്കരാചാര്യർക്ക് അവരൊക്കെ ഇവിടെ അവതരിച്ചിട്ടുണ്ടെങ്കിൽ കൂടി, പക്ഷെ ഇവിടെ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ എല്ലാവരും ഒരു ഇംപേഴ്സണിസ്റ്റ് ആണ് ആക്ച്വലി. അവര് ഒരു ഭഗവാൻ എന്ന് പറഞ്ഞ ഒരു ബ്രഹ്മമാണ്, അല്ലെങ്കിൽ അവ്യക്തിഗത ബ്രഹ്മം എന്ന രീതിയിൽ ഭഗവാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയില്ല എന്ന സങ്കല്പത്തിലാണ് ആൾക്കാർ പലപ്പോഴും നമ്മളും ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു മൂവ്മെന്റ് ആയിട്ട് കണക്ഷൻ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ നോക്കുന്ന സമയത്തും നമ്മൾ അങ്ങനെ രീതിയിലായിട്ട് നമ്മൾ ഭഗവാനെ കണ്ടിട്ടുണ്ടാവും പല ആൾക്കാരും. അപ്പൊ അങ്ങനെ അവ്യക്തിഗത ബ്രഹ്മത്തെ ആശ്രയിച്ച് അവരെ ആരാധിക്കുക, അല്ലെങ്കിൽ എല്ലാ ദേവീദേവന്മാരും ഒന്നാണ് എന്നുള്ള കൺസെപ്റ്റിലാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹം വന്ന സമയത്ത് അങ്ങനെ അദ്ദേഹം വന്നു. അപ്പൊ അദ്ദേഹം വന്ന ശേഷമാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വ്യക്തി അദ്ദേഹത്തിന് ഗസ്റ്റ്, അപ്പൊ പ്രഭുപാദ് പോകുന്ന സമയത്തൊക്കെ പല പല സ്ഥലങ്ങളിലും പ്രഭുപാദിനെ അങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്ന വ്യക്തികളുണ്ടാവും. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിനും ഇതുപോലെ തന്നെ ഒരു വ്യക്തി അദ്ദേഹത്തിനെ വിളിച്ച് അദ്ദേഹത്തിന് അക്കോമഡേഷൻ ഒക്കെ കൊടുത്തു ആക്ച്വലി. അപ്പൊ അദ്ദേഹത്തിന് കാരണം പ്രഭുപാദിന്റെ മൂവ്മെന്റ് അന്ന് ഫ്ലറിഷ്ഡ് ആണ്, അപ്പൊ എല്ലാവർക്കും കാണാൻ സാധിച്ചു. അപ്പൊ അദ്ദേഹം പല സ്ഥലങ്ങളിലും പോയി അദ്ദേഹം എന്താ പറയാ അദ്ദേഹം ഇവിടെ പ്രചരണം ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇവിടെ ചെന്നൈയിൽ വന്നിരിക്കുകയാണ്. അപ്പം ഉടനെ തന്നെ പല ആൾക്കാരും വന്നിട്ട് അദ്ദേഹത്തിനെ സ്വീകരിച്ചു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ വിളിച്ച് അദ്ദേഹത്തിനെ ഇൻവൈറ്റ് ചെയ്തു. അപ്പൊ ഇൻവൈറ്റ് ചെയ്ത ശേഷം അദ്ദേഹത്തിന്റെ വീട്ടില് സ്പെഷ്യൽ റൂം കൊടുത്തു. ബാക്കി ശിഷ്യന്മാരും ഒരു 10-12 ശിഷ്യന്മാരും അവിടെ വന്നു. അപ്പൊ അങ്ങനെ ഒരു ബാലു എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. ബാലു എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഹോസ്റ്റ് ചെയ്തത്. അപ്പം ബാലു എന്ന് പറഞ്ഞ വലിയൊരു ബിസിനസ്മാൻ ആയിരുന്നു. അപ്പൊ അദ്ദേഹം ഹോസ്റ്റ് ചെയ്ത ശേഷം ബാലു അദ്ദേഹത്തിന്റെ ഭാര്യകൾ അവര് കൃഷ്ണഭക്തന്മാരായിരുന്നു. അപ്പൊ അങ്ങനെ അവർ വന്നിട്ട് അവരുടെ വീട്ടിൽ വലിയൊരു സിൽവറിൽ പണിത വലിയൊരു രാധാകൃഷ്ണ വിഗ്രഹം അവിടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ആ വിഗ്രഹങ്ങളെ വെച്ച് അവിടെ വെച്ച് അവര് ഭയങ്കര ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു തുണി ചുറ്റിയാണ് വെച്ചിരിക്കുന്നത്. അപ്പം പ്രഭുവ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ കറുത്ത തുണി വെച്ച് ചുറ്റിയിരിക്കുന്നത്? അപ്പം അവര് പറഞ്ഞു അത് ഭയങ്കര തിളക്കമാണ്, ആ തിളക്കം നമ്മുടെ കണ്ണുകൾക്ക് അതിനെ സ്വീകരിക്കാൻ സാധിക്കില്ല, അതുകൊണ്ടാണ് ഈ കറുത്ത തുണി വെച്ച് ചുറ്റിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് അത് സംസാരിച്ചു. അപ്പൊ സംസാരിച്ചൊക്കെ വന്നപ്പം പ്രഭുപാദിനെ അപ്പൊ ഉടനെ തന്നെ അവർ ചോദിച്ചു, അല്ലയോ പ്രഭുപാദ്, നിങ്ങൾ വലിയൊരു ആചാര്യനാണല്ലോ, അപ്പൊ നിങ്ങൾക്ക് രാധാകൃഷ്ണന്മാർ തമ്മിലുള്ള ലീലകളെ പറ്റി നമുക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? രാസലീലയെ പറ്റി പറഞ്ഞുതരാൻ സാധിക്കും? അപ്പൊ ഉടനെ തന്നെ പ്രഭുപാദ് പറഞ്ഞു, അപ്പം അത് ശരിയല്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു രാധാകൃഷ്ണ ലീല എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് അനേകം ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മൾ അത്രയും ഒരുപാട് അഴുക്കുകളുണ്ട്. അപ്പൊ ഈ അഴുക്കുകളൊക്കെ പൂർണ്ണമായി മാറി പരിശുദ്ധ ഭക്തനായ വ്യക്തികൾക്ക് മാത്രമാണ് ആ ലീലകൾ കേൾക്കാനും പറയാനും ഉള്ള യോഗ്യതകൾ ഉള്ളത്. അപ്പൊ അത് ഒരിക്കലും ഈ ഒരു സമയത്ത് പറഞ്ഞുതരാൻ ഉള്ള ഒരു അവസ്ഥയിലല്ല ഉള്ള കാര്യം പറഞ്ഞ് അത് ഒഴിഞ്ഞു മാറി ശ്രീല പ്രഭുപാദ്. വീണ്ടും അവരൊന്ന് ചോദിച്ചു. വീണ്ടും ഒന്ന് ചോദിച്ച സമയത്തും അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, ഇല്ല പറ്റില്ല. കാരണം ആ ലീല കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും പ്യൂർ ആയിരിക്കണം. ഈവൻ വലിയ വലിയ ആചാര്യന്മാർ കൂടി നമുക്ക് ആ ലീലകളെ പറ്റി ഗ്രന്ഥങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കത് പറഞ്ഞു തരാനുള്ള അധികാരവും ഇല്ല എന്നുള്ള രീതിയിൽ ഒഴിഞ്ഞു പോയെങ്കിലും പിന്നെ വീണ്ടും അവർ രാത്രി വന്ന് രണ്ടുപേരും കൂടി പറഞ്ഞു, ഈ രാധാകൃഷ്ണ ലീലകളെ പറ്റി പറഞ്ഞുതരാൻ പറ്റുമോ എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും ചോദിച്ച സമയത്ത് പ്രഭുപാദ് അപ്പോൾ വളരെ ഗ്രേവ് ആയിട്ട് അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ അവിടെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു,
നിങ്ങൾ ചിലപ്പോൾ ഇത് കേൾക്കാനുള്ള യോഗ്യത നിങ്ങൾക്ക് ഉണ്ടാവായിരിക്കും. ഇല്ലേ? നിങ്ങൾ അത്രയും പ്യൂർ ആയിട്ടുള്ള സോൾസ് ആയിരിക്കും. പക്ഷെ ഞാൻ എന്ന വ്യക്തി എനിക്കത് പറയാനുള്ള അത്രയും ക്വാളിഫിക്കേഷൻ യോഗ്യത എനിക്കില്ല. ഞാൻ അത്രയും പ്യൂർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീല പ്രഭുപാദ് ഉടനെ തന്നെ അവിടുന്ന് മാറിപ്പോയി. അപ്പൊ വളരെ വ്യക്തമായിട്ടും പ്രഭുപാദ് ഇവിടെ കാണിച്ചു തന്നു. ഒരിക്കലും നമ്മൾ പലപ്പോഴും ഈ രാസലീല ഇങ്ങനത്തെ വലിയ വലിയ ലീലകളെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ചർച്ച ചെയ്യാനുള്ള അധികാരം ഇല്ല ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭൗതിക. പക്ഷെ നമ്മൾ പലപ്പോഴും ഭാഗസപ്താഹത്തിലൊക്കെ പല ആൾക്കാർ അതിനെപ്പറ്റിയാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയുന്നത്. പക്ഷെ ശരിക്കും ആ ലീലകളെ പറ്റി ചർച്ച ചെയ്യാനുള്ള അധികാരം ഇല്ലാന്ന് ശീല പ്രഭുപാദ് പോലത്തെ പരിശുദ്ധ ഭക്തൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊസിഷൻ എവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും നമുക്കറിയാം ശീല പ്രഭുപാദ് അദ്ദേഹത്തിന്റെ ശ്രീമദ് ഭാഗവതത്തിന്റെ കമന്ററിയിലും അദ്ദേഹം ഇതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എവിടെയും കൊടുത്തിട്ടില്ല. ഈവൻ അദ്ദേഹത്തിന്റെ ലെക്ചേഴ്സ് എടുത്താലും ഒരിക്കലും അദ്ദേഹം ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. കാരണം എന്താണ്, ആ രീതികളെ പറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ തലത്തിൽ നമ്മൾ ഉയർന്നിട്ടില്ല. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് എന്താണ്, നമ്മുടെ ദാസ്യഭാവമാണ് ആദ്യം മനസ്സിലാക്കുന്നത്. നമ്മൾ ഭഗവാന്റെ അംശമാണെന്നും ഭഗവാനെ സേവനം ചെയ്യാനുള്ള കാര്യം മനസ്സിലാക്കി നമ്മൾ പ്യൂരിഫൈ ചെയ്യുക. അപ്പൊ ഭഗവാൻ സേവൻ എന്ന രൂപത്തിൽ നമ്മൾ ഭഗവാനെ സേവനം ചെയ്യാനുള്ള ഭാവമാണ് രൂപ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പൊ ആ ഒരു മൂഡിൽ നമ്മൾ ഭഗവാനെ സേവനം ചെയ്ത് വരുന്ന ഒരു വ്യക്തിക്ക് കാലക്രമേണ അദ്ദേഹത്തിന്റെ റിയൽ ആയിട്ടുള്ള ഭഗവാനായിട്ടുള്ള ആക്ച്വൽ പൊസിഷൻ എന്താണെന്നും ഭഗവാനായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന കാര്യമാണ്. അപ്പൊ ആ ഒരു മൂഡ് ഓഫ് ലവ് ഇൻ സെപ്പറേഷൻ ആണ് നമുക്ക് ശീല പ്രഭുപാദം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, അപ്പൊ നമുക്ക് ഐശ്വര്യപൂർവ്വം നമ്മളിവിടെ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഐശ്വര്യപൂർവ്വമായിട്ടുള്ള ഭക്തി അല്ലെ, വൈദി ഭക്തി, വിധിപൂർവമായിട്ടുള്ള ഭക്തിയെക്കാട്ടും ഉയർന്നതാണ് വ്രജഭാഗത്തുള്ള ഭക്തി. അപ്പൊ ആ വ്രജഭാഗത്തിലെ ഭക്തി എങ്ങനെ ചെയ്യാന്നുള്ള കാര്യമാണ് ചൈതന്യ മഹാപ്രഭു വഴി ശ്രീല പ്രഭുപാദം നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു അധ്യായത്തിൽ. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ രണ്ട് രീതിയിലുള്ള ഭക്തിയാണ് നമുക്ക് പറയാം അല്ലെ. അപ്പൊ നമുക്ക് വിഷ്ണുവിനെ ആരാധിക്കുന്ന വ്യക്തികളൊക്കെ നമുക്ക് ആക്ച്വലി വിധിപൂർവമായിട്ടുള്ള ഭക്തിയാണ്. വിധിപൂർവമായിട്ടുള്ള ഭക്തി എന്ന് പറയുന്നത് എന്താണ്, അവർ ഭഗവാനെ ഒരു വലിയൊരു മാസ്റ്ററായിട്ട് കണ്ടുകൊണ്ട് ഭയത്തോടെയാണ്, അവർ ബഹുമാനത്തോടെയാണ് അവർ ഭഗവാനെ വർഷിപ്പ് ചെയ്യുന്നത്. അതാണ് വിധിപൂർവമായിട്ടുള്ള ഭക്തി. അപ്പൊ അങ്ങനെ വിധിപൂർവമായിട്ടുള്ള ഭക്തി ചെയ്യുന്ന വ്യക്തികളൊക്കെ വൈകുണ്ഠം വരെ എത്തുള്ളൂ എന്നാണ് ശീല പ്രഭുപാദം പറയുന്നത്. പിന്നെ ഗോലോകധാമത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഭഗവാനെ പ്രേമഭക്തിയിൽ ആണ് ഭഗവാൻ സേവനം ചെയ്യുന്നത്. അതായത് പ്രേമഭക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഭഗവാനാണ് നമ്മുടെ എല്ലാം എല്ലാം എന്നും മനസ്സിലാക്കി ഭഗവാനെ നമ്മൾ സേവനം ചെയ്യുക. അപ്പൊ നമുക്ക് എന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭയത്തോടോ എല്ലാം ചെയ്യുന്നത്, നമ്മൾ പൂർണ്ണ പരിശുദ്ധമായിട്ടുള്ള സ്നേഹത്തോടു കൂടി ഭഗവാനെ സേവനം ചെയ്യുക. ഞാൻ ഭഗവാന്റെ അംശമാണെന്നും ഭഗവാനെ സേവനം ചെയ്യുള്ളതാണ് എന്റെ ജീവിതത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ ആ ഒരു ഇൻസ്ട്രക്ഷൻസിനെ, ഉപദേശങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഏതൊരു അവസ്ഥയിൽ നമ്മൾ ഭഗവാനെ സേവനം ചെയ്യുക, എന്തൊരു അവസ്ഥയിലും ഭഗവാനെ സേവനം ചെയ്യുക, ഭഗവാനെ ഏതൊരവസ്ഥയിലും ഭഗവാന് സന്തോഷം കൊടുക്കാനുള്ള ആ ഒരു മൂടോടെ ചെയ്യുന്ന ഭക്തിയെയാണ് നമ്മൾ ആ ഒരു വ്രജഭക്തി എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് അറിയാം, ഗോപികമാരായാലും ശരി വ്രജവാസികളായാലും ശരി അവർ ചെയ്യുന്ന ഭക്തി എന്ന് പറഞ്ഞതാണ്, അവർ ഏതൊരു അവസ്ഥയിലും അവർ ഭഗവാനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, എന്തൊരു പ്രശ്നം വന്നാലും. അപ്പൊ അങ്ങനെ ആ ഒരു മൂടുള്ള ഭക്തിയാണ് വ്രജഭക്തിയായിട്ട് പറയുന്നത്. ഇതാണ് ശരിക്കും നമുക്ക് പറഞ്ഞത്. അപ്പൊ ഇതിനെ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ ഉണ്ട്. അപ്പൊ കൃഷ്ണനും വിഷ്ണു, അപ്പൊ രണ്ടുപേരും ആക്ച്വലി ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് ആക്ച്വലി വിഷ്ണു. അപ്പൊ ആക്ച്വലി ഒറിജിനൽ വിഷ്ണു എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ. അപ്പം ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ആചാര്യന്മാർ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ആക്ച്വലി ഗോഡ് അറ്റ് ഹോം ആൻഡ് ഗോഡ് അറ്റ് ഓഫീസ് എന്ന് പറയും. അപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് പറയണം. അപ്പം ഒരു വ്യക്തി ഓഫീസിലുള്ള ഒരു വ്യക്തിയും ഒരു വ്യക്തി വീട്ടിലുള്ള ഒരു വ്യക്തിയും നമ്മളെ വ്യവഹാരം നമ്മൾ വ്യത്യാസം ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഒരു വ്യക്തി ഓഫീസിൽ പോകുന്ന സമയത്ത് അദ്ദേഹം എന്തായിരിക്കും, അദ്ദേഹത്തിന്റെ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ, അദ്ദേഹത്തിന്റെ എല്ലാം ഒരു പ്രൊഫഷണൽ വേയിലായിരിക്കും അദ്ദേഹം എല്ലാത്തിനും അപ്രോച്ച് ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെയാണ് വിഷ്ണു എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ പക്ഷെ വിഷ്ണു രൂപത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്, എല്ലാവരും നമ്മൾ നോക്കുകയാണെങ്കിൽ അസുരന്മാരെ വധിക്കലും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളാണ്. അദ്ദേഹം ഐശ്വര്യപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അദ്ദേഹം എപ്പോഴും ഒരു ആൾക്കാർക്ക് ഭയഭക്തിയോടെയാണ് അദ്ദേഹത്തിനെ കാണുന്നത് അല്ലെ. നമ്മളൊരു വ്യക്തി ഓഫീസിൽ പോകുന്ന സമയത്ത് എല്ലാവരും അദ്ദേഹത്തിനെ റെസ്പെക്ട് ചെയ്യും ഇല്ലേ. നമ്മളെല്ലാവരും ഗുഡ് മോർണിംഗ് ഹലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ഗോഡ് അറ്റ് ഓഫീസ് എന്ന് പറയുന്നതാണ് വിഷ്ണു. ഇതിനടുത്ത് ഗോഡ് അറ്റ് ഹോം എന്ന് പറയുന്ന ആരാണ്, കൃഷ്ണനാണ്. അപ്പം അപ്പൊ അതേ വ്യക്തി തന്നെ വീട്ടിൽ വരുന്ന സമയത്ത് ഒരു വ്യക്തി ഇപ്പം ഓഫീസിൽ പോകുന്ന സമയത്ത് അദ്ദേഹം എല്ലാവരും സല്യൂട്ട് അടിക്കും, എല്ലാവരും അദ്ദേഹത്തിനെ റെസ്പെക്ട് ചെയ്യും. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും, അപ്പൊ അദ്ദേഹം ആ ഒരു പോസ്റ്റിലാണ്, അദ്ദേഹം ആ ലെവലിലാണ് എല്ലാവരും ഡീൽ ചെയ്യുന്നത്. പക്ഷെ അതേ വ്യക്തി തന്നെ ഇപ്പൊ വീട്ടിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ ആ വ്യക്തി തന്നെയായിരിക്കും, ആ വ്യക്തി വന്നിട്ട് ചിലപ്പോൾ ആ വ്യക്തി വീട്ടിൽ വരുന്ന സമയത്ത് അദ്ദേഹം ഡ്രസ്സൊക്കെ മാറ്റി അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുഞ്ഞിന്റെ കൂടെ കളിക്കാൻ തുടങ്ങും. ചിലപ്പോൾ അദ്ദേഹം ആനയായിട്ടും ആ കുഞ്ഞ് അദ്ദേഹത്തിന്റെ മുകളിൽ ഇരുന്ന് കളിക്കാൻ തുടങ്ങും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, ആ അച്ഛൻ എന്ന് പറഞ്ഞ വ്യക്തി ചെറുതായി കുഞ്ഞ് വലുതായി എന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ അവിടെ എന്താണ്, അദ്ദേഹത്തിന്റെ മൂഡ് വ്യത്യാസമാണ്. അവിടെ എന്താണ്, അദ്ദേഹം ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടും അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള എല്ലാ തലങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ആ ഒരു ഇന്റിമസിയിലാണ് അദ്ദേഹം അവിടെ ഡീൽ ചെയ്യുന്നത് ആ കുഞ്ഞുമായിട്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് വ്രജഭക്തി എന്ന് പറയുന്നത്. കാരണം അവിടെ ഭഗവാൻ ഭക്തന്മാരായിട്ട് അദ്ദേഹത്തിന്റെ ഐശ്വര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പൂർണ്ണ സ്നേഹത്തോടെയാണ് അവിടെ അവർ തമ്മിലുള്ള ഡീലിങ്സ് നടക്കുന്നത്. അപ്പൊ ഗോഡ് അറ്റ് ഹോം എന്ന് പറയുന്നതാണ് വിഷ്ണു എന്നും ഗോഡ് അറ്റ് ഓഫീസ് എന്ന് പറയുന്നത് വിഷ്ണു ആണെങ്കിൽ ഗോഡ് അറ്റ് ഹോം എന്ന് പറയുന്നത് കൃഷ്ണനാണ്. അപ്പൊ ആക്ച്വലി ഒരു വ്യക്തിക്ക് ആ വ്രജഭാവത്തിലുള്ള ഭക്തിയിലോട്ട്
വരണം എന്നുണ്ടെങ്കിൽ ആക്ച്വലി അദ്ദേഹം മനസ്സിലാക്കുന്നത് എന്താണ്, ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ഐശ്വര്യത്തിനെ ചിന്തിച്ചുകൊണ്ടല്ല ഒരു വ്യക്തി അവിടെ ഭഗവാനെ ആരാധിക്കുന്നത്. ഭഗവാന്റെ കാരുണ്യത്തിന് മനസ്സിലാക്കിക്കൊണ്ടാണ്, ഭഗവാന്റെ കാരുണ്യം, ഭഗവാന്റെ സ്നേഹത്തിന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു വ്യക്തി ഭഗവാനെ ആക്ച്വലി ആരാധിക്കുന്നത്, ആക്ച്വലി സേവനം ചെയ്യുന്നത്. അപ്പൊ അവിടെ സേവനത്തിനാണ് ഇമ്പോർട്ടൻസ്, മറ്റേ വർഷിപ്പാണ് അല്ലെ. അവിടെ എന്താണ്, ഒരു വ്യക്തി വർഷിപ്പ് ചെയ്യാണ് ചെയ്യുക, ഭഗവാനെ എനിക്ക് എന്റെ ബുദ്ധിമുട്ടിൽ നിന്ന് മാറ്റണമേ എന്ന് വർഷിപ്പ് ചെയ്യുന്നതാണ് ആക്ച്വലി ആദ്യത്തെ തലത്തിലുള്ള വർഷിപ്പ്. പക്ഷെ ഇവിടെ എന്താണ്, ഭഗവാനെ വർഷിപ്പിനെക്കാളും ഉയർന്നതാണ് സേവനം. സേവനം എന്ന് പറയുമ്പോൾ എന്താണ്, അദ്ദേഹത്തിന് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കൂടി ഭഗവാനെ സേവനം ചെയ്യുക, ഭഗവാനെ സന്തോഷിപ്പിക്കുക അതിനാണ് ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഒരു വ്യക്തി ഭഗവാനെ സേവനം ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ആ വ്രജഭക്തി തന്നെയാണ് ഭഗവാൻ ഇവിടെ കൊടുക്കുന്നത്. ആ വ്രജഭക്തി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഭഗവാൻ കൃഷ്ണൻ തന്നെ ചൈതന്യമാവോട് അവതരിച്ച് ഭഗവാന്റെ തിരുനാമങ്ങളിലൂടെ ഓരോ വ്യക്തികൾക്കും ഈ പരിശുദ്ധമായിട്ടുള്ള ഭക്തി നൽകാൻ വേണ്ടിയിട്ടാണ് ചൈതന്യമാപ്രഭു അവതരിച്ചിരിക്കുന്നത്. അപ്പൊ ഇനിയുള്ള ഈ ക്ലാസ്സിൽ നമുക്ക് അറിയാൻ സാധിക്കും, അതിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ബാക്കിയുള്ള ശ്ലോകങ്ങൾ ഇനി വരുന്നത്. അപ്പൊ അതിലൊക്കെ നമുക്ക് ചൈതന്യമാപ്രഭു അവതരിക്കുമ്പോൾ അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് യുഗധർമ്മമായിട്ടുള്ള നാമസങ്കീർത്തനം കൂടി പ്രചരിപ്പിച്ചുകൊണ്ട് ഓരോ വ്യക്തികൾക്കും പരിശുദ്ധ ഭക്തി വളർത്തിയെടുക്കാനുള്ള വഴി തന്നിരിക്കുകയാണ് ചൈതന്യ മഹാപ്രഭു. അപ്പൊ അതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ നമുക്ക് അത് മനസ്സിലാക്കാം, പ്രജഭക്തിയും നമുക്കുള്ള വൈദിക ഭക്തിയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ പറയുന്ന എന്താണ്, ഒരു ശ്ലോകം കൂടി പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സ്മാർത്തവ്യം ഹി സതതം വിഷ്ണു വിസ്മാർത്തം ഹി ജാതുചിത് സർവേ വേദ വിധീനാശോ ഏതയോ ദേവകിങ്കരം. അപ്പൊ ഇതാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ ആചാര്യമായി പറയുന്ന കാര്യം. അപ്പൊ നമ്മൾ പല പല റൂൾസും റെഗുലേഷൻസും അല്ലെ, നമ്മൾ വിധി നിഷേധങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഈ വിധി നിഷേധങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെയൊക്കെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്താണ്, അതിന്റെ അൾട്ടിമേറ്റ് ചെയ്യുന്ന സ്മാർത്തവ്യം ഹി സതതം വിഷ്ണു വിസ്മാർത്തവ്യം ഹി ജാതുചിത്. അപ്പൊ നമ്മൾ എപ്പോഴും ഭഗവാനെ ഓർക്കുക, ഭഗവാനെ ഒരിക്കലും മറക്കാതിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഭഗവാനെ ഓർത്തില്ല എന്നുണ്ടെങ്കിൽ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ട് യാതൊരു ഉപയോഗമില്ല എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഭഗവാൻ സ്മരണയാണ് ഇമ്പോർട്ടൻസ്, അല്ലാതെ നമ്മൾ ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ല എന്നാണ് ശീല പ്രഭുപാദ ആചാര്യന്മാരും പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊരു പ്രോഗ്രാം ചെയ്യുമ്പോഴും അതിന് പ്രൈം ഇമ്പോർട്ടൻസ് പറയുന്നതാണ് ഭഗവാനെ ഓർക്കുക കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പൊ അതിലൊരു പാസ്റ്റ് ടൈം കൂടെ ഞാൻ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. ശീല പ്രഭുപാദ് അവരുടെ ശിഷ്യന്മാരും അവർ ആക്ച്വലി പ്രയാഗ് കുംഭമേളയ്ക്ക് പോയ സമയത്ത് അത്രയും തണുപ്പുള്ള കാലത്തിലായിരുന്നു നിൽക്കുന്നത്. അപ്പം അവിടെ എന്ത് സംഭവിച്ചു, അപ്പൊ രാവിലെ അവര് അത്രയും തണുപ്പിലും ശീല പ്രഭുപാദ് അന്ന് അദ്ദേഹത്തിന് ഓൾമോസ്റ്റ് ഒരു 70-75 വയസ്സായിരുന്നു. ആ തണുപ്പിലും അദ്ദേഹം പുറത്തുപോയി കുളിച്ച് വന്ന് ശിഷ്യന്മാരും അവിടെ ആ പന്തലിൽ കുളിച്ച് വന്ന് രാവിലെ മംഗളാരതി അവർ ചെയ്യാണ്. അപ്പൊ മംഗളാരതി ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, അപ്പൊ നമ്മൾ പലപ്പോഴും നമുക്ക് വിളക്ക് കത്തിച്ച് നമ്മൾ ആരതി ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കത്തിക്കും അല്ലെ. അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അല്ലെ. വിളക്ക് കത്തിച്ച് നമ്മൾ ആദ്യം ധൂപം കൊടുത്ത് പിന്നെ ദീപം നമ്മൾ കാണിക്കും ഭഗവാൻ. അപ്പൊ ആ ദീപം കാണിക്കാൻ വേണ്ടി കത്തിച്ച ശേഷം 2-3 തവണ കത്തിച്ചു. അപ്പൊ അത്രയും കാറ്റ് വരുന്നതുകൊണ്ട് അവിടെ അത് കത്തിയില്ല. അപ്പൊ ശിഷ്യന്മാരവിടെ കൺഫ്യൂഷനായി. അപ്പോ ശീലപ്രഭുപാദ് പറഞ്ഞു, സേ ഹരേ കൃഷ്ണ ആൻഡ് ജസ്റ്റ് വർഷിപ്പ് ദ ലോർഡ് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ശീലപ്രഭുപാദ് പറഞ്ഞു, അത് കുഴപ്പമില്ല, നിങ്ങൾ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ ആരാധിച്ചാൽ മതി, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ റൂൾസ് എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും നമ്മൾ വിളക്ക് കത്തിക്കണം എന്നാണ് ആക്ച്വലി റൂൾ. പക്ഷെ അവിടെ പ്രാക്ടിക്കലായിട്ട് അത് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് പ്രഭുപാദ് ഇൻസ്ട്രക്ഷൻ കൊടുത്തത് നിങ്ങൾ ഭഗവാന്റെ നാമം അവിടെ നാമസങ്കീർത്തനം ചെയ്യും, അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നാമജപത്തിനും നമ്മുടെ ബാക്കിയുള്ള ഭഗവാനെ സ്മരിക്കുക എന്നുള്ള കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അല്ലാതെ നമ്മൾ ബാക്കിയുള്ള ഒരുപാട് നമ്മൾ ശുദ്ധിയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കലിയുഗത്തിൽ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല എന്ന കാര്യം ഭഗവാൻ അറിയുന്നതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഏറ്റവും സുപ്രീം ആയിട്ടുള്ള പ്യൂരിഫയർ എന്ന് പറയുന്നത് എന്താണ്, ഭഗവാൻ നാമജപമാണ്. എന്ത് ഇനോസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും, അപ്പൊ നമ്മൾ എന്തൊരു സംഭവം നടന്നാലും നമ്മൾ എന്താ ചെയ്യുക, അവിടെ ഒരു ജനനം നടന്നാലും മരണം നടന്നാലും നമ്മൾ എന്താ ചെയ്യുക, ഭഗവാൻ നാമമാണ് ജീവിക്കുന്നത്. കാരണം ആ നാമമാണ് അവിടെ പ്യൂരിഫൈ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ഞാൻ കുളിച്ചില്ല അതുകൊണ്ട് നാമം ജപിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ കുളിച്ചില്ല അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഇവിടെ ഇത് ചെയ്യാൻ സാധിക്കില്ല, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇമ്പോർട്ടൻസ് പറയുന്നത് എന്താണ്, നാമം ജപിക്കുക, ഭഗവാനെ സ്മരിക്കാനുള്ള കാര്യമാണ്. അപ്പൊ സെക്കൻഡറി ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ. നമ്മൾ കുളിച്ചിട്ട് നാമം ജപിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അഥവാ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് എന്തെങ്കിലും രോഗം ഉണ്ട് അല്ലെങ്കിൽ രാവിലെ എണീറ്റ് കുളിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നാമജപത്തിന് ആ സമയത്ത് അതിനെ മുടക്കാൻ പാടില്ല. നമ്മൾ നാമജപം ജപിച്ചിട്ട് പിന്നെ കുളിച്ചാലും മതി. അതാണ് നമുക്ക് ആചാര്യന്മാർ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ആചാര്യന്മാർ വഴി നമ്മൾ ഈ ശാസ്ത്രങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ആക്ച്വലി നമുക്ക് എങ്ങനെ ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരുടെ കാൽപ്പാടുകൾ നമ്മൾ പിന്തുടരുക കാര്യം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനാണ് നമുക്ക് ശീല പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങളും പ്രഭുപാദിന്റെ ശിഷ്യന്മാരൊക്കെ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് കേൾക്കുക, അതിനെ മനസ്സിലാക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന കാര്യമാണ് പറയേണ്ടത്. താങ്ക് യു വെരി മച്ച്. ശീല പ്രഭുപാദ് കി ജയ്. ശ്രീ ചൈതന്യ ചരിതാമൃതം കി ജയ്. ഹരേ കൃഷ്ണ. ഓൾറെഡി 5:45 ആർക്കെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നന്ദി പ്രഭുജി, വളരെ നന്ദി.
താങ്ക് യു പ്രഭു. ക്ലാസ് വളരെ മനോഹരമായ ക്ലാസ് കൊടുത്തു. വളരെ നന്ദി പ്രഭുജി. അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു പ്രഭു. ശീല പ്രഭുപാദ എല്ലാ കാര്യങ്ങളും എല്ലാ ഗ്ലോറീസ് ടു ശീല പ്രഭുപാദ. നന്ദി. ഒരു അനൗൺസ്മെന്റ് ഉണ്ട് പ്രഭു. ദ്വാരക ദേവദാസ് മാതാജിയുടെ കസിൻ ബ്രദർ ഈ മരണപ്പെട്ടു. ശിബു ചേട്ടൻ എന്ന് പറയും. വൃന്ദാവനേശ്വരി മാതാജിയുടെ ചേച്ചിയുടെ മകനാണ് മരണപ്പെട്ടത്. അപ്പൊ ആത്മാവിന് വേണ്ടി എല്ലാവരും ഒരു പ്രാവശ്യം ഹരേ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ. അത് ആ സോളിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദിവസം നമുക്ക് അവസാനിപ്പിക്കാം. നന്ദി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.